ഞാനൊരു സോറി പറയട്ടെ. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ എൻ്റെ ശബ്ദവും പുറത്തു നിന്നുള്ള ശബ്ദവും കൂടെ ചേർന്നിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് എൻ്റെ വീഡിയോസ് ഉള്ളതെന്ന് എന്നോടൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, തുടക്കത്തിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാനൊരു ലൈബ്രറി കഥ പറയാം. ലൈബ്രറി കഥ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കോളേജ് ജീവിതത്തിൽ സംഭവിച്ചതാണ്. നമ്മൾ കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലൈബ്രറിയിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുമല്ലോ. എടുക്കും, നമ്മൾ ചെന്ന് പുസ്തകം എടുക്കും, വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഡീറ്റെയിൽസും ഏത് പുസ്തകം എടുത്തോ നല്ല നമ്മളൊരു കാർഡിൽ എഴുതി ഇവിടെ വയ്ക്കുമല്ലോ. അങ്ങനെ നമ്മൾ 3 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിൽ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് TC വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ ബുക്കൊന്നും കൊടുക്കാനില്ലെന്നുള്ള അവരുടെ ഒരു ലെറ്റർ വേണം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ലെറ്ററിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവർ നോക്കി, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങിച്ച് നോക്കിയപ്പം പറഞ്ഞു ഞാനൊരു ബുക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ ബുക്കും കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സ്ലിപ്പ് എടുത്തപ്പം ബുക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കൊടുക്കാനായിട്ടാണ് അവരുടെ കയ്യിലുള്ളത്. അതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ആ ബുക്ക് കൊടുത്തത് ലൈബ്രറിയിൽ സ്ഥിരം ഇരിക്കുന്ന ആളിൻ്റെ കയ്യിലല്ല, വേറൊരാൾ അവിടെ ഇരുന്നപ്പോഴാണ് അയാളുടെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അയാൾ എൻ്റെ ഇത് വാങ്ങിച്ചു വെച്ചു, ഞാൻ വെച്ചോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാനത് ഏൽപ്പിച്ചിട്ടിങ്ങനെ പോകുന്നു. അപ്പം ഞാനത് പറഞ്ഞു, ഇപ്പോൾ ഉള്ള ആളല്ലായിരുന്നു, വേറൊരാളായിരുന്നു അന്ന് ഇരുന്നിരുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു സംഭവം അറിയില്ലായിരുന്നു, ഇങ്ങനെ പേപ്പർ വേണ്ടി വരുമെന്ന്. ഞാനത് അദ്ദേഹത്തെ വിശ്വസിച്ച് കൊടുത്തതാണ്, അതിവിടെ കാണും ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ ബുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലൈബ്രറിയൻ പറഞ്ഞു അത് ഒരു ബുക്ക് തന്നെ 2-3 എണ്ണം കാണും, ഒരേ ബുക്ക് തന്നെ 2-3 എണ്ണം കാണും. ചിലപ്പോൾ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിവിടെ കൊണ്ടുവന്ന് തന്നു, നിങ്ങളത് ബുക്കിൻ്റെ കൂടെ വെച്ചു, ഷെൽഫിൽ വെച്ചു, മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ. ഞാനിങ്ങനെ അപ്പോഴേ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഞാനത് ചെറിയൊരു ബുക്കാണ്, നമ്മൾ അതിൻ്റെ പൈസ അടയ്ക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ നമ്മളത് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ കൊടുത്തിട്ട് നമുക്കത് ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ പെട്ടെന്നങ്ങ് ബ്ലാങ്കായി പോകുന്ന പോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി, എന്തായാലും ഞാനിത് നോക്കും, ഇവിടെ ഞാൻ കൊടുത്ത ബുക്ക് ഇവിടുത്തെ ഷെൽഫിലുണ്ടോ എന്ന് ഞാൻ നോക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞാനെങ്കിൽ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കാണത്തൊന്നുമില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കുറേ നോക്കി വന്നപ്പോൾ ഞാൻ കൊടുത്ത ബുക്ക് കിട്ടി. അപ്പം ഞാൻ ആ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ കൊടുത്തത്. അപ്പം പറഞ്ഞില്ല, ഒരു ബുക്ക് തന്നെ ഒന്നിലധികം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ നമ്പർ കാണുമല്ലോ, അവരുടെ സീലും നമ്പരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്പർ കാണും, നിങ്ങൾ നമ്പർ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പം അവർ എടുത്തു വെച്ച് നോക്കി, ഞാൻ കൊടുത്ത അതേ ബുക്ക് നമ്പർ എല്ലാം കറക്റ്റ്, ആ ബുക്ക് തന്നെ ആയിരുന്നത്. അയ്യോ, ആ നിമിഷം ഞാനുണ്ടല്ലോ, എൻ്റെ ഉള്ളിലും കൂടെ ഒരു തീ കത്തുന്നത് പോലെ ആയിരുന്നു. കാരണം അത്രയും നേരം ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ വല്ലാത്തെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ഇതാണ് സംഭവം. അതായത് നമ്മൾ പറയുകയാണ് ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ അവരങ്ങ് നമ്മുടെ അടുത്ത് ഇല്ല എന്ന രീതിയിലങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പം എനിക്ക് ആ ബുക്ക് കിട്ടിയപ്പോൾ എനിക്കങ്ങ് സർവത്ര അങ്ങോട്ട് ദേഷ്യം സങ്കടം എല്ലാം കൂടെ അങ്ങ് കയറി വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ ഒന്നിലധികം ബുക്കുണ്ട് എന്നങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ ആ കൊടുത്ത ബുക്ക് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നോക്കുമ്പോൾ കിട്ടത്തില്ല ബുക്ക് ഇല്ലേ. അപ്പം ഞാൻ ആ ബുക്കിനുള്ള പണം അടയ്ക്കണം, അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും ഇല്ലേ. ഒരു ബുക്ക് നഷ്ടപ്പെട്ടാൽ പകരം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിരുന്നെങ്കിലോ. ഞാൻ പറഞ്ഞു, ഞാൻ ആ ബുക്ക് കൊണ്ട് കൊടുത്തു, അവിടെ ഇരുന്ന ആൾ അത് ജോലി കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരുമായിരുന്നു എന്ന് ചോദിച്ചു.
അപ്പം വേറൊരാളോട് വന്നു. അപ്പം ഞാൻ ഇത്തിരി ഒച്ചയിൽ തന്നെ സംസാരിച്ചു. കാരണം നമുക്ക് അത്രയും നേരം നമുക്ക് ഉണ്ടായ ആ ഒരു ഇത്. അപ്പം അവിടെ ലൈബ്രറിയിൽ കുറേ റീഡിങ് റൂം കൂടെ ഉണ്ട് അപ്പുറത്തായിട്ട്. അപ്പോൾ അവരെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പം ഇന്ന് എൻ്റെ സ്ഥാനത്ത് ഈ വേറൊരാളായിരുന്നെങ്കിലോ എങ്ങനെയായിരിക്കും പ്രതികരിക്കും? ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലാ ആൺപിള്ളേരും ഒക്കെയാണ്, ചിലർ നോക്കാനുള്ള മടിയുള്ളവരാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അപ്പം വേറൊരാൾ കേട്ടിട്ട് ഒന്ന് അതും അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പം അവിടെ ഇരുന്ന് ലൈബ്രറിയും പറഞ്ഞില്ല, നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, കൊച്ചു പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ പിന്നെ എനിക്ക് ആ ലെറ്റർ എഴുത്തന്നു, ബുക്കൊന്നും തരാനെല്ലാം എഴുത്തന്നു. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നോക്കണേന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു എന്താ പറയുക, വലിയ അഭിമാനത്തോടെ എന്തോ ഒരു യുദ്ധം ജയിച്ച ഒരു പ്രതീതിയോടെ ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി. അത് അവസാനമായിട്ട് ഞാൻ ഇറങ്ങുന്നതാണ് അതിനകത്തൊന്നും അങ്ങനെ. കാരണം നമ്മൾ വർഷം പോവുകയാണ്, കോളേജ് വിട്ട് പോവുകയാണ്. അങ്ങനെ വലിയ അഭിമാനത്തോടു കൂടി ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നും എനിക്കത് വലിയൊരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ കാണുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ? രസമല്ലേ? ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് വല്ലാത്ത സന്തോഷമല്ലേ അല്ലേ? ആ ബുക്കില്ലായിരുന്നെങ്കിൽ അയ്യോ എന്തായിരുന്നു അവസ്ഥ. നമ്മുടെ ഒരു ഭാഗ്യത്തിന് അത് ഉണ്ടായിരുന്നു, കിട്ടി, അങ്ങനെ സംഭവിച്ചു അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകിയതും കുറച്ച് ദുഃഖമൊക്കെ നൽകിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം ആ ഒരു സമയത്ത്. നമ്മളിപ്പോൾ കരയുകയോ ടെൻഷൻ അടിക്കുന്നതിലോ ഒന്നിലുമല്ല, നമ്മളപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിലാണ് നമ്മളുടെ കഴിവ്. അങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ശക്തി നമ്മുടെ കൂടെ വരും. അന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ അറിയുന്നത്, എൻ്റെ കൂട്ടുകാർ. അവർക്കതൊന്നും വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ ഞാൻ അപ്പോഴാണ് പറയുന്നത് ഞാൻ. അപ്പം നമ്മൾ ഒറ്റയ്ക്കതിനെ നേരിട്ടു അല്ലേ? ഇതുപോലെ വേണം ഓരോ കാര്യങ്ങളും. നമുക്കെപ്പോഴും നമ്മൾ മാത്രമായിരിക്കും കൂട്ടെന്ന് ഓർത്തോണം പലപ്പോഴും. പിന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണെന്ന് ഈശ്വരന് അല്ലെങ്കിൽ ആ ശക്തിക്ക് തോന്നിയാൽ നമുക്ക് പിന്തുണയുമായി ഒരാൾ വന്നിരിക്കും. അപ്പോൾ അതിനായി കാത്തിരിക്കുകയും വേണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്ലീസ്.